അല്ലെങ്കിൽ വെയിറ്റ് കുറഞ്ഞുന്നോ അല്ലെങ്കിൽ വേറെ പലതും നിങ്ങളുടെ അടുത്ത് പറയാം. പക്ഷെ ഞാൻ സത്യാവസ്ഥ നിങ്ങളുടെ അടുത്ത് പറയാൻ കാരണം ഈ ഒരു കാരണം കൊണ്ട് വെയിറ്റ് ലോസ് സ്റ്റഡി സ്റ്റോപ്പ് ചെയ്തു പോകുന്ന ഒത്തിരി പേരുണ്ട്. അവര് ആ ഒരു തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഈ ഒരു കാര്യങ്ങൾ, ഞാൻ ചെയ്ത മിസ്റ്റേക്ക് എന്താണ് എന്ന് പോലും ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നത്. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു, സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും മീൽ പ്ലാനിന് വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. ഇനി വരുന്ന ഒരു 4 ഡേയ്സിലേക്ക് നിങ്ങൾക്ക് ചെയ്യാനുള്ള മീൽ പ്ലാനിന്റെ ഡീറ്റെയിൽസ് ഒക്കെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങളും പറയേണ്ട, അതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ പറയാം. അപ്പൊ നിങ്ങൾ എല്ലാവരും തമ്മിൽ കണ്ടിട്ടുണ്ടാവും. അപ്പൊ തമ്മിൽ കണ്ടിട്ടായിരിക്കും നിങ്ങൾ എല്ലാവരും വീഡിയോയിലോട്ട് വന്നത്, എന്താണ് സംഭവം എന്ന് നോക്കാൻ വേണ്ടി. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏകദേശം മെയ് 2-ാം തീയതി മുതൽ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ചെയ്തുകൊണ്ട് വരുമായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഡേ ഇൻ മൈ ലൈഫ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്റെ വെയിറ്റ് അപ്ഡേറ്റും കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പം എന്റെ വെയിറ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അപ്ഡേറ്റ് അല്ല, നെഗറ്റീവ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ്. അപ്പോൾ അത് നിങ്ങളുടെ അടുത്ത് പറയാൻ കാരണം നിങ്ങളെ ഡിമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ഞാൻ പറയുന്നത്. കാരണം ഒത്തിരി പേര് വിചാരിച്ചു വെച്ചിരിക്കുന്ന കുറച്ച് തെറ്റിദ്ധാരണകളുണ്ട്. അതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ തിരുത്താം. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാല്ലേ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുണ്ട്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. എന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയായിരിക്കും, ഞാൻ ഏകദേശം ഒരു മാസത്തിനടുത്തായിട്ട് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മെയ് 2 മുതലാണ് ഞാൻ എന്റെ വർക്ക്ഔട്ട് ട്രെയിനിങ്ങും കൂടെ സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ബിഫിറ്റ് സ്ക്വാഡിന്റെ കൂടെയാണ് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയ്യോ, അതിനു മുമ്പ് അത് പറയാൻ മറന്നു. നമ്മുടെ ബിഫിറ്റ് സ്ക്വാഡിന്റെ അഡ്മിഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എന്റെ നമ്പറും കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഫോമും കൊടുത്തിട്ടുണ്ട്. ആ ഫോം ഫിൽ ചെയ്തിട്ടും നിങ്ങൾക്ക് ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്തോളാം. അല്ലാതെ എമർജൻസി ഉള്ളവർ ഈ ഒരു ഫോണിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഫോൺ ചെയ്യരുത്. ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം മെസ്സേജ് അയച്ചിട്ട് ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം. അഡ്മിഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ അത് ഓക്കെ. അപ്പോൾ ഇനി ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗിന്റെ കാര്യം പറയാം. ഞാൻ ഈ മെയ് 2 മുതലാണ് ഞാൻ ഏകദേശം ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തത്. അത് വർക്ക്ഔട്ടായിട്ട് ഞാനൊരു 3 മാസം വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നില്ല. എനിക്കൊരു ബാക്ക് പെയിൻ ഇഷ്യൂ വന്നത് കാരണം ഞാൻ വർക്ക്ഔട്ട് ചെയ്യാതെ റെസ്റ്റിലായിരുന്നു. പക്ഷെ ഡയറ്റ് ഞാൻ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മെയ് 2-ാം തീയതി മുതലാണ് ഞാൻ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തത്. ബിഫി സ്ക്വാഡിന്റെ കൂടെ ഈവനിങ് ബാച്ചിലാണ് ഞാൻ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് പ്ലസ് വർക്ക്ഔട്ട് ആ ഒരു കോംബോ ഞാൻ ചെയ്തു തുടങ്ങിയത് ഈ ഒരു മെയ് 2-ാം തീയതി മുതലാണ്. അപ്പൊ ഞാൻ വളരെ പ്രോപ്പറായിട്ട് ചെയ്തു വരുന്നുണ്ടായിരുന്നു. ആദ്യത്തെ 2-3 ദിവസം എനിക്ക് എന്റെ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഈ ഒരു വിൻഡോ, അതായത് 8-16 വിൻഡോ ഞാൻ ചെയ്യാറുണ്ടെങ്കിലും രാവിലെ 8:30 മുതൽ വൈകുന്നേരം 4:30 വരെയാണ് ഞാൻ എന്റെ വിൻഡോ, ആ ഒരു വിൻഡോ ഉള്ളത്. അപ്പൊ അങ്ങനെ ഞാൻ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എപ്പോഴും 10 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് 6 o'clockനുള്ളിൽ ഫിനിഷ് ചെയ്യുന്ന ഒരു വിൻഡോ ആയിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇപ്പം ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഞാൻ ഈ ഒരു വിൻഡോ, അതായത് വൈകുന്നേരം വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വിൻഡോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇതെനിക്ക് ആദ്യത്തെ ദിവസങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, 2-3 ദിവസം. അപ്പൊ രാത്രി എനിക്ക് ഒത്തിരി വിശപ്പ് വരുന്ന സമയത്ത് കാരണം ഞാൻ ട്രെയിനിങ്ങും കൂടെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ വിശപ്പ് വരുന്ന സമയത്ത് ഞാൻ നട്ട്സോ ഫ്രൂട്ട്സോ ഒക്കെ കഴിക്കാറുണ്ട്. അപ്പൊ എന്റെ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ബ്രേക്ക് ആവാറുണ്ടായിരുന്നു. പിന്നെ ഒരു 3 ഡേയ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ നോർമൽ ട്രാക്കിലോട്ട് വന്നു. അത് മുതൽ എന്താ പറയുക, ഒത്തിരി ദിവസങ്ങൾ, അതായത് ഏകദേശം ഒരു 3 വീക്സോളം ഞാൻ പ്രോപ്പർ ആയിട്ട് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. അപ്പോ ഞാനിപ്പോ അടുത്ത് ജസ്റ്റ് മൺഡേ ആണെന്ന് തോന്നുന്നു ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഒരു യാത്ര പോകേണ്ടി വന്നു. എനിക്ക് ആലുവയാണ് ഞങ്ങൾ വീടെടുത്ത് സെറ്റിൽഡ് ആയിരിക്കുന്നത്. അപ്പൊ അവിടെയാണ് പോകേണ്ടി വന്നത്. അപ്പം അതുവരെ ഞാൻ എല്ലാം പ്രോപ്പറായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ഞാൻ എന്റെ വീട്ടിൽ അതിനിടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. ഒരു 2-3 ഡേയ്സിലേക്ക് ഞാൻ അങ്ങോട്ടേക്ക് പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ പ്രോപ്പറായിട്ട് ഡയറ്റ് എന്നാലും ചെറിയ രീതിയിൽ മാറ്റം വന്നിട്ടുണ്ടായിരുന്നെങ്കിലും, കാരണം ഞാൻ നോർമലി കഴിക്കുന്ന ഫുഡല്ല കഴിക്കുന്നത്. പിന്നെ വീട്ടിലാവുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒരുപാട് ടെംപ്റ്റേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ വീട്ടിൽ നിന്നാണെങ്കിൽ ഡയറ്റ് ഞാൻ ഈവൻ എന്റെ കലോറി ഡെഫിസിറ്റിലാണെങ്കിൽ പോലും ഞാൻ എന്താ പറയുക, പലതരത്തിലുള്ള ഫുഡുമായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. ഇവിടെയുള്ള പോലെ ആയിരുന്നില്ല. അപ്പൊ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്റെ വെയിറ്റിന് അത് സാരമായിട്ട് ബാധിച്ചിട്ടൊന്നുമില്ല. പിന്നീടാണ് ഞാൻ ഈ യാത്ര പോകേണ്ടി വന്നത്. ജസ്റ്റ് ഒരു മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ഞാനിപ്പോ ഇവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ട്രിപ്പായിരുന്നു. പക്ഷെ കംപ്ലീറ്റ്ലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു അത്. എന്റെ മൈൻഡും ശരിയല്ലായിരുന്നു, എന്റെ ഭക്ഷണക്രമങ്ങളൊന്നും ശരിയല്ലായിരുന്നു, വർക്ക്ഔട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. മൊത്തം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഈ ഒരു 2 ദിവസം എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ അതുവരെ എന്റെ വെയിറ്റ് 54, ഞാൻ ഇവിടുന്ന് പോകുന്ന സമയത്ത് എന്റെ വെയിറ്റ് 54.9 ആയിരുന്നു. തിരിച്ചു വന്ന് ഞാനിന്ന് രാവിലെയാണ് വെയിറ്റ് നോക്കിയത്. അപ്പൊ എന്റെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 56.9, ഏകദേശം 57ലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ്. അതായത് ഞാൻ എന്റെ ജേർണി ഞാൻ പറഞ്ഞല്ലോ 3 മന്ത്സ് ഞാൻ ഒത്തിരി ഇനാക്റ്റീവ് ആയിരുന്നു, വർക്ക്ഔട്ട് ഒന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. ഞാൻ ഈ ഒരു മെയ് 2 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഈ സെയിം വെയിറ്റ് ആയിരുന്നു. അത് മെയ് 2-ലല്ല, ഞാൻ മെയ് 2-ന് മുന്നേ ഏകദേശം ഏപ്രിൽ പകുതി കുറച്ച് ഇങ്ങോട്ടാവുമ്പോൾ തന്നെ ഞാൻ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ വർക്ക്ഔട്ടും കൂടെ സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു മാസമാണ്. അപ്പൊ ആ ഒരു സമയത്ത് എന്റെ വെയിറ്റ് എന്ന് പറഞ്ഞത് 56.7 ആയിരുന്നു. അതായിരുന്നു തോന്നുന്നു.
അപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ അതും കടന്ന് വീണ്ടും ഒരു 200 ഗ്രാമും കൂടി കൂടിയിട്ട് ഇപ്പം വെയിറ്റ് അപ്ഡേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു മാസം ഏകദേശം ഒരു മാസത്തോളമായിട്ടുള്ള എന്റെ കഷ്ടപ്പാടാണ് ഞാൻ 2 കിലോ കുറച്ചിട്ട് ഈ ഒരു അവസ്ഥയിലെത്തിയത്. കാരണം എനിക്ക് ഇനി ഒരുപാട് പോകാനുണ്ട്. ഞാൻ വിചാരിച്ച എന്റെ ഒരു ഗോൾ വെയിറ്റ് എന്ന് പറയുന്നത് 52 കിലോ അല്ലെങ്കിൽ 50 കിലോ ആണ്. 50 കിലോ ആണ്, പക്ഷെ എന്നാലും ഞാൻ എന്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുന്നത് ഓക്കെ 52 ആകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം, പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവാം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ അതിലേക്കുള്ള ഒരു സ്റ്റെപ്പായിരുന്നു. കാരണം ഞാൻ വർക്ക്ഔട്ട് ഒന്നും ഒറ്റ ദിവസം പോലും മുടക്കിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാ ദിവസവും പ്രോപ്പർ ട്രെയിനിങ് നമുക്ക് നമ്മുടെ ട്രെയിനർ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അപ്പൊ അത്രയും പ്രോപ്പർ ആയിട്ട് ഞാൻ ട്രെയിനിങ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. ഡയറ്റ് പ്രോപ്പർ ആയിരുന്നു. അപ്പൊ ജസ്റ്റ് 2 ദിവസത്തെ ഈ ഒരു ട്രിപ്പ് കാരണമാണ് എന്റെ വെയിറ്റ് വീണ്ടും ബൗൺസ് ബാക്ക് ചെയ്ത് ആ ഒരു 50, അതിനേക്കാളും കൂടുതൽ ഈവൻ 200 ഗ്രാം കൂടുതലായിട്ട് ഏകദേശം 56.9 ആയിട്ട് 57 ആയിട്ട് ഇപ്പൊ നിൽക്കുന്നത്. അപ്പോ ഈ ഒരു കാര്യം ഞാൻ ഇവിടെ നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ പറഞ്ഞതല്ല. കാരണം ഞാൻ ഇത്രയും ദിവസം നിങ്ങളിപ്പം വിചാരിക്കണം ഇത്രയും ദിവസം പ്രോപ്പർ ആയിട്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് ജസ്റ്റ് ഒരു 2 ഡേയ്സ് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ നമ്മള് വെയിറ്റ് ബൗൺസ് ബാക്ക് ആവും, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരാം. കാരണം നമ്മുടെ ബാച്ചിലുള്ള ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. പെട്ടെന്ന് ഒരു യാത്രയൊക്കെ കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ അവരുടെ വെയിറ്റ് ബൗൺസ് ബാക്ക് ആവും, പിന്നെ പല റീസൺ കൊണ്ടും ബൗൺസ് ബാക്ക് ആവും. അപ്പോ ഇത് നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ എന്റെ വെയിറ്റ് അപ്ഡേഷൻ ഇവിടെ പറഞ്ഞത്. ഹോണസ്റ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുണ്ടായിരുന്നു. കാരണം ഒത്തിരി പേര് വന്ന് പറയുന്ന ഒരു ഇഷ്യൂ ആണ്, ചേച്ചി ഞാൻ ഇത്രയും ദിവസം പ്രോപ്പർ ആയിട്ട് ചെയ്തായിരുന്നു, പെട്ടെന്ന് ഒരു രാത്രി കൊണ്ട് എന്റെ വെയിറ്റ് 1 കിലോ കൂടിയതായിട്ട് കാണിക്കുന്നു, 2 കിലോ കൂടിയതായിട്ട് കാണിക്കുന്നു, ഇങ്ങനെയൊക്കെ. അപ്പോ ഈ ഒരു ഓവർനൈറ്റ് വെയിറ്റ് ഗെയിന് അല്ലെങ്കിൽ ഓവർനൈറ്റ് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒരു 2 ഡേയ്സ് കൊണ്ടൊക്കെ നമുക്കൊരു 2 കിലോ ഒക്കെ കൂടുക എന്നുള്ള ഈ ഒരു സിറ്റുവേഷൻ വരുന്നതിന് പല റീസൺസും ഉണ്ട്. അപ്പോൾ ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ നിങ്ങൾക്ക് പറയാം. ഞാൻ ചെയ്ത മിസ്റ്റേക്സ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇത്രയും ദിവസം പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ എന്താണ് കഴിക്കുന്നത് എല്ലാ ദിവസവും മാറിയിട്ടാണെങ്കിലും ഒരു പ്രോപ്പർ ഒരു റൂട്ടീൻ എനിക്കുണ്ടായിരുന്നു. എന്താണ് ഞാൻ കഴിക്കുന്നത്, എന്താണ് കഴിക്കാൻ പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു. അത് പ്രോപ്പർ ടൈമിങ്ങിലാണ് ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. രാവിലെ ഇന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ്, ഇടനേരത്ത് ഈ സമയത്ത് ഫുഡ്, അത് കഴിഞ്ഞാൽ ലഞ്ച്, അത് കഴിഞ്ഞാൽ വൈകുന്നേരത്തെ സ്നാക്ക്, പിന്നെ ഡിന്നർ, അത് കഴിഞ്ഞ് ഞാൻ സ്റ്റോപ്പ് ചെയ്യും, പിന്നെ വർക്ക്ഔട്ട്. അത്രയും പ്രോപ്പർ ആയിട്ടുള്ള ഒരു റൂട്ടീനിലൂടെയായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. നന്നായിട്ട് ഞാൻ വെള്ളം കുടിക്കുമായിരുന്നു. ഒരു 3 ലിറ്ററിനടുത്ത് വെള്ളം ഞാൻ ഇത്രയും ദിവസങ്ങൾ കുടിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. ആ വർക്ക്ഔട്ടിന്റെ ആ ഒരു സമയത്ത് തന്നെ, വർക്ക്ഔട്ട് ഫിനിഷ് ചെയ്യുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ ഏകദേശം ഞാൻ 1 ലിറ്റർ വെള്ളമൊക്കെ, അതായത് വർക്ക്ഔട്ട് ഫിനിഷ് ചെയ്ത് ഏകദേശം രാത്രി കിടക്കാൻ പോകുന്നതിനുള്ളിൽ തന്നെ ഞാൻ ഏകദേശം 1 ലിറ്റർ തന്നെ ഫിനിഷ് ചെയ്യും. രാവിലെ ആണെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ആ ഒരു സമയത്ത് 2 ലിറ്റർ ഞാൻ ഫിനിഷ് ചെയ്യും. അങ്ങനെയായിരുന്നു എന്റെ ഒരു റൂട്ടീൻ. നന്നായിട്ട് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒത്തിരി പീസ് ഓഫ് മൈൻഡ് ഉണ്ടായിരുന്നു എനിക്ക്. അതായത് ഒരു കാര്യമായിട്ടുള്ള ടെൻഷൻ ഒന്നുമില്ല. അതായത് നമ്മള് എന്താ പറയാ, ബിഫിറ്റിന്റെ കാര്യങ്ങളൊക്കെ സൂപ്പർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വർക്ക്ഔട്ടും കൂടെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് കൂടുതൽ എനർജി ആയിരുന്നു. എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് എനർജി ആയിരുന്നു. വർക്കൊക്കെ പെട്ടെന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എനർജി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഒട്ടും സ്ട്രെസ്ഡ് ആയിരുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എനിക്ക് പിന്നെ വേറെ ഒരു തരത്തിലും എന്റെ മൈൻഡ് ഡിസ്റ്റർബ് ആവുന്ന ഒരു തരത്തിലുള്ള ഇഷ്യൂസും എനിക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ എന്റെ സ്ലീപ്പ് റൂട്ടീനും പ്രോപ്പർ ആയിരുന്നു. അതായത് ഇന്ന സമയത്ത് ഞാൻ കൃത്യമായിട്ട് ഞാൻ ഉറങ്ങിയിരിക്കും. അത് മാക്സിമം പോയി കഴിഞ്ഞാൽ 11 o'clock, അതിനുള്ളിൽ ഞാൻ എന്തായാലും ഉറങ്ങിയിരിക്കും. രാവിലെ ഒരു ഇത്ര സമയമാകുമ്പോൾ ഞാൻ എഴുന്നേറ്റിരിക്കും. അപ്പൊ ഇതൊക്കെ എന്റെ പ്രോപ്പർ ആയിരുന്നു. അപ്പൊ പെട്ടെന്നാണ് ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ പോയ ആ സമയം മുതൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ റുട്ടീനൊക്കെ തെറ്റാൻ തുടങ്ങി. റുട്ടീൻ തെറ്റുമ്പോൾ തന്നെ എന്റെ മൈൻഡ് പിന്നെ ഒത്തിരി ഡിസ്റ്റർബ്ഡ് ആവും. പിന്നെ വേറെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആയിട്ട് എന്റെ മൈൻഡ് ഒട്ടും ശരിയായിരുന്നില്ല. ഭക്ഷണം ഏതെങ്കിലും സമയത്തായിരുന്നു, വിശക്കുമ്പോൾ മാത്രം ഞാൻ കഴിക്കും. വീട്ടിലായിരുന്ന സമയത്ത് തന്നെ വിശക്കുന്ന സമയത്ത് ഞാൻ കഴിക്കും. രാവിലെ കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു എഴുന്നേക്കുക. വീട്ടിലുള്ള സമയത്തെ രാവിലെ കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു എഴുന്നേക്കുക. ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിഞ്ഞ് എനിക്ക് വിശന്നാൽ മാത്രമേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുള്ളൂ. അതായത് ഒത്തിരി ലേറ്റ് ആവും. ഒരു 11 മണി അല്ലെ 10:30 ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഒരു ദിവസം പ്രോപ്പർ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ വീട്ടിലുള്ള സമയത്തായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തത്. അത് എത്തിയ ഉടനെ തന്നെ പിറ്റേ ദിവസം തന്നെ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പ്രോപ്പർ ആയിട്ട് ആ ഒരു റുട്ടീനാണ് ഞാൻ ഇത്രയും ദിവസം പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ആ ഒരു റുട്ടീൻ ആയിരുന്നെങ്കിൽ എനിക്ക് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ലായിരുന്നു. പിറ്റേ ദിവസം മുതൽ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ട് എഴുന്നേക്കാൻ തുടങ്ങി. അപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉച്ച കഴിഞ്ഞാൽ വിശക്കില്ല. അപ്പൊ ഞാൻ വൈകുന്നേരം മാത്രം, അതായത് വൈകുന്നേരം ഒരു 3:30 ആകുമ്പോഴേക്കും ചോറ് കഴിക്കും. ചോറും പിന്നെ നമ്മുടെ ഡിന്നർ ഐറ്റംസ് ഒക്കെ കഴിക്കും. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് വർക്ക്ഔട്ടാണ്. അപ്പൊ ഞാൻ പിന്നെ ഒന്നും കഴിക്കില്ല. അതായത് 2 നേരമൊക്കെയാണ് ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അത് ആ സമയം മുതൽ തന്നെ എന്റെ റുട്ടീൻ ഏകദേശം കൊളാപ്സ് ആയി. അപ്പം 2 നേരം മാത്രം ഫുഡ് കഴിക്കാന്ന് വെച്ചാൽ ഏകദേശം ഒരു 1000 കലോറീസിനുള്ളിലാണ് ഞാൻ ഫുഡ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ അത് ഒത്തിരി റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. എനിക്കറിയാം, അറിഞ്ഞിട്ട് കൂടി എന്റെ റുട്ടീൻ തെറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വർക്ക്ഔട്ട് പ്രോപ്പർ ആയിട്ട് അവിടെ നിന്ന് ചെയ്യുന്നുണ്ടായിരുന്നു. 6 മണിയാകുമ്പോൾ വർക്ക്ഔട്ടിന് കയറും. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കില്ല. ചില സമയത്ത് അമ്മ ഒത്തിരി നിർബന്ധിച്ച് കഴിഞ്ഞാൽ ഒരു മാംഗോ അല്ലെങ്കിൽ ബനാനോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം കഴിക്കായിരുന്നു രാത്രി. അപ്പൊ എന്റെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് അവിടെ ഫുള്ള് കൊളാപ്സ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ എത്തി. ഇവിടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾക്ക് വീണ്ടും എറണാകുളത്തേക്ക് പോകേണ്ടി വന്നു. പിന്നെ യാത്ര തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ ഒത്തിരി ഇനാക്റ്റീവ് ആയിരിക്കും. നമ്മൾ ഫുൾ ടൈം വണ്ടിക്കകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരുപാട് മണിക്കൂറുകൾ, ഒരു 7 മണിക്കൂർ 8 മണിക്കൂറൊക്കെ നമ്മൾ വണ്ടിക്കകത്ത് ഇരിക്കണം. ഞങ്ങൾ പ്രത്യേകിച്ച് രാത്രിയാണ് പോയത്, അതുകൊണ്ട് ഒരുപാട് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെറുതെ കുറേ സമയം ഇനാക്റ്റീവ് ആയിട്ടിരിക്കുന്നു. അവിടെ എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം പണികളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും
എനിക്ക് ഒന്നും ചെയ്യാനുള്ള ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഫുഡ് നമ്മൾ 2 ദിവസം മാത്രമേ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അത് മൺഡേ ആൻഡ് ട്യൂസ്ഡേ. നമ്മൾ ട്യൂസ്ഡേ രാത്രി തന്നെ, അതായത് വൈകുന്നേരം തന്നെ തിരിച്ചു പോകുന്നു. അപ്പൊ ഞങ്ങൾ ഒന്നും പച്ചക്കറികളോ അല്ലെങ്കിൽ അരിയോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല, അവിടുന്ന് മേടിച്ചിട്ടില്ല. ഞങ്ങൾ ഫുൾ ടൈം പുറത്തുനിന്നായിരുന്നു ഫുഡ്. രാവിലത്തെ ഫുഡ്, ഉച്ചക്കത്തെ ഫുഡ്, രാത്രിക്കത്തെ ഫുഡ് എല്ലാം പുറത്തുനിന്നായിരുന്നു. അപ്പൊ ഇതൊന്നും കുറെ കാലമായിട്ട് എന്റെ ലൈഫിൽ അല്ലെങ്കിൽ എന്റെ ഒരു റുട്ടീനിൽ ഇല്ലാതിരുന്ന കാര്യമാണ്. ഞാൻ പുറത്തുനിന്നുള്ള ഫുഡ് കഴിക്കുന്നത് വല്ലപ്പോഴും, അതായത് 2 വീക്സ് കൂടുമ്പോൾ വൺസ് അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. ഇതിപ്പം ഫുൾ ടൈം 3 നേരവും പുറത്തുനിന്നുള്ള ഫുഡായി. അതും ഹൈ കലോറി ഫുഡ്. ഞങ്ങൾ അധികവും ഇങ്ങനെ കുഴിമന്തി റൈസ് അല്ലെങ്കിൽ ബിരിയാണി റൈസ് അല്ലെങ്കിൽ ബിരിയാണി ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ മൊത്തം ഹൈ കാലോറി. പിന്നെ വേറെ നമ്മൾ സ്നാക്സും കാര്യങ്ങളൊന്നും എടുത്തിട്ടല്ല പോയത്. അപ്പം എന്റെ കയ്യിൽ പൊട്ടാറ്റോ ചിപ്സിന്റെ ഒരു വലിയ പാക്ക് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഹോണസ്റ്റ് ആയിട്ട് പറയാണ്. അത് മൊത്തം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു സ്ട്രെസ് ഈറ്റിംഗ് പോലെയായിരുന്നു. എനിക്ക് എന്തൊക്കെയോ ഒരു സ്ട്രെസ് ആയിരുന്നു. എന്റെ മൈൻഡ് ഒട്ടും ശരിയല്ലാത്ത ഒരു അവസ്ഥയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. ഞാൻ ഇതിരുന്ന് ഞാനും കുഞ്ഞും കൂടി ഇരുന്ന് ഇങ്ങനെ തിന്ന് തീർക്കും. എന്നിട്ട് ഞാനിങ്ങനെ വിചാരിക്കുന്നത്, അയ്യോ കുഞ്ഞൂനും ഞാൻ ഇതാണല്ലോ കൊടുക്കുന്നത്. എന്റെ ഏട്ടൻ എന്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇത് വീഡിയോ എടുത്തിട്ട് നിന്റെ ചാനലിൽ ഇടട്ടെ, നീ ഇങ്ങനെ ചിപ്സ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്രയും ഞാൻ അങ്ങനെ ഒരു മൊത്തം കൊളാപ്സ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു 2 ദിവസം കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞാൽ എല്ലാം ശരിയാക്കാലോ, ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ പക്ഷെ എന്നാലും ഞാൻ സത്യം പറഞ്ഞാൽ തിരിച്ചിവിടെ എത്തി വെയിറ്റ് നോക്കുന്നത് വരെ ഇത്രയും വെയിറ്റ് ഞാൻ 2 കിലോ ബൗൺസ് ബാക്ക് ചെയ്തു. സത്യം പറഞ്ഞാൽ ഞാൻ എക്സ്പെക്ട് ചെയ്തതല്ല. അപ്പൊ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഇതുപോലെ പല റീസൺസ് കാരണം നമ്മളെ ഒറ്റ ദിവസം കൊണ്ട് നമ്മളെ വെയിറ്റ് ഗെയിൻ ആവാം. ഇപ്പം എന്റെ കാര്യത്തിൽ ഉണ്ടായത്, എനിക്ക് സ്ട്രെസ് ഉണ്ടായിരുന്നു, സ്ട്രെസ് ഈറ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ എന്റെ സ്ലീപ്പ് റൂട്ടീൻ പ്രോപ്പർ ആയിരുന്നു. സ്ലീപ്പ് റൂട്ടീന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ അവിടെ എത്തുന്നത് തന്നെ 12 മണിക്കൊക്കെയാണ്. അപ്പൊ 12 മണിക്ക് കിടന്നു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്നൊന്നും ഉറക്കം വരില്ല. അപ്പൊ അവിടെ എത്തിയ ദിവസം ഏകദേശം 1 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ ഉറങ്ങിയത്. പിന്നെ ഇങ്ങോട്ട് വരുന്ന ദിവസമാണെങ്കിലും നമ്മളിവിടെ ഏകദേശം ഒരു 11:30 12 മണിയൊക്കെ ആയപ്പോഴാണ് എത്തിയത്. പിന്നെയും എനിക്ക് ഉറക്കം വരാതെ ഏകദേശം ഒരു 1:30 ആ സമയത്തൊക്കെയാണ് ഞാൻ ഉറങ്ങിയത്. ഇന്ന് രാവിലെ ഏകദേശം 7 മണിയാകുമ്പോഴാണ് എഴുന്നേറ്റത്. ഇപ്പോഴും എന്റെ റുട്ടീൻ പ്രോപ്പർ ആയിട്ടില്ല. ഇപ്പോഴാണ് എനിക്ക് കുഞ്ഞുവിന്റെ സ്കൂളിലേക്ക് പോകണം. അവന് യൂണിഫോം കാര്യങ്ങളൊക്കെ മേടിക്കാണ്ട് സ്കൂൾ തുറക്കാനായില്ലേ. അപ്പൊ അതിന്റെ തിരക്കായിട്ട് എനിക്ക് ഇപ്പൊ പോകണം. അപ്പൊ ഇപ്പോഴും എന്റെ റുട്ടീൻ പ്രോപ്പർ ആയിട്ടില്ല. പക്ഷെ ഇന്ന് വൈകുന്നേരം മുതൽ ഞാൻ തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുന്ന കാര്യം, വീണ്ടും എന്റെ എക്സസൈസ് റുട്ടീൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അവിടെയുള്ളപ്പം എനിക്ക് 2 ദിവസം ആലുവ ഉണ്ടായിരുന്നപ്പം എനിക്ക് എക്സസൈസ് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റില്ല. അവിടെ നെറ്റ്വർക്കിന്റെ ഒക്കെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് എക്സസൈസും പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റില്ല. പോരാത്തന്നെ എന്റെ യോഗ മാറ്റും ഞാൻ ഇവിടെ മറന്നു വെച്ചിട്ടാണ് പോയത്. അപ്പൊ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് വൈകുന്നേരം മുതൽ ഞാൻ വീണ്ടും എന്റെ ബാക്ക് ടു റുട്ടീൻ വരാൻ പോവാണ്. അപ്പൊ ഇതുപോലെ ഒരുപാട് ഇഷ്യൂസ് നിങ്ങൾക്കും ഉണ്ടാവും. നമുക്ക് സ്ട്രെസ് ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ ഇറഗുലർ ആയിട്ടുള്ള ഒരു ഈറ്റിംഗ് പാറ്റേൺ ആയിരിക്കാം, സ്ലീപ്പ് പ്രോപ്പർ ആയിരിക്കില്ല, വെള്ളം മര്യാദക്ക് കുടിക്കാതിരിക്കുക, ഇങ്ങനെ പല റീസൺ കൊണ്ട്. ഇവിടെ നമ്മുടെ പീരിയഡ്സ് അടുത്തിരിക്കുകയാണ്, അതായത് നാളെയോ മറ്റന്നാളോ നമ്മുടെ പീരിയഡ്സ് വരാൻ പോവാണ്. അപ്പൊ അതിനുള്ളിലും നമുക്ക് ഇതുപോലെ പെട്ടെന്നുള്ള ഓവർനൈറ്റ് വെയിറ്റ് ഗെയിൻ ഉണ്ടാവാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ എല്ലാവരുടെ ലൈഫിലും, നമ്മൾ വെയിറ്റ് ലോസ് പ്രോസസ്സിലൂടെ പോകുന്ന എല്ലാവരുടെ ലൈഫിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഞങ്ങളുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾ ഫസ്റ്റ് വീക്ക് തന്നെ ചിലപ്പോൾ 2 kg ഒക്കെ കുറയും. നെക്സ്റ്റ് വീക്ക് അവർക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല. അപ്പൊ ആ ഫസ്റ്റ് വീക്ക് അവർ ഒത്തിരി ഓവർ എക്സൈറ്റഡ് ആയിട്ട് എന്റെ അടുത്ത് വന്നപ്പോൾ, ചേച്ചി ഞാൻ 2 കിലോ കുറഞ്ഞു, ഈ ഒരു റുട്ടീൻ വന്നപ്പോൾ തന്നെ 2 കിലോ കുറഞ്ഞു. ഇത് നോർമലാണ്. നമുക്ക് വെയിറ്റ് ഗെയിൻ ആയി വെയിറ്റ് ലോസ് ആയി എന്ന് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് വെയിറ്റ് ഗെയിൻ ആയി എന്ന് പറയണമെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മളൊരു 3 to 4 kg എങ്കിലും ഇൻക്രീസ് ആയിരിക്കണം. അതായാൽ മാത്രമേ നമ്മൾ വെയിറ്റ് ഗെയിൻ ആയി നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതേപോലെ വെയിറ്റ് ലോസ് ആയി എന്ന് പറയാനും പെട്ടെന്ന് ഒരു 2 കിലോ അല്ലെങ്കിൽ 2 കിലോ 1 കിലോ 2 കിലോ ഒന്നും കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ലോസ് ആയി എന്ന് പറയാൻ പാടില്ല. കാരണം അത് നമ്മുടെ ശരീരത്തിലെ വാട്ടർ വെയിറ്റ് ആണ്. ഈ വാട്ടർ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളിപ്പോ ഒരു ഇറഗുലർ ആയിട്ടുള്ള ഒരു റുട്ടീനിന് ഒരു റെഗുലർ റുട്ടീനിൽ വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ വാട്ടർ ഒരുപാട് റിട്ടെയിൻ ആയി കിടക്കുന്നുണ്ടാവും നമ്മുടെ ശരീരത്തിൽ. അതൊക്കെ വലിഞ്ഞു പോകും. ആ വലിഞ്ഞു പോയി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആ ഒരൊറ്റ വീക്ക് കൊണ്ട് തന്നെ 2 കിലോ ഒക്കെ കുറയും. അതാണ് ഈ വാട്ടർ വെയിറ്റ് കുറയുന്നത് എന്ന് പറയുന്നത്. അതൊന്നും നമ്മുടെ ഫാറ്റിനെ ഒട്ടും, ഇച്ചിരി കുറയുന്നൊക്കെ ഉണ്ടാവാം ഫാറ്റിന്റെ പാർട്ടും, പക്ഷെ ഫാറ്റിനെ ഒട്ടും കണക്ട് ചെയ്ത് പറയാൻ പറ്റാവുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ നമുക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾ, അത് ഇവൺ വെയിറ്റ് ഗെയിൻ ആണെങ്കിലും വെയിറ്റ് ലോസ് ആണെങ്കിലും നമ്മൾ അതിനെ കാര്യമാക്കി എടുക്കേണ്ട ആവശ്യമില്ല. വീണ്ടും നമ്മൾ ആ റൂട്ടീനിലേക്ക് കടക്കുകയാണ് വേണ്ടത്. ഇപ്പൊ എന്റെ ശരീരത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു 2 kg വെയിറ്റ് ഗെയിൻ എന്ന് പറയുന്നത് ജസ്റ്റ് വാട്ടർ വെയിറ്റ് ആണ്. അതായത് നമ്മൾ കൂടുതൽ ഇനാക്റ്റീവ് ആയിട്ടിരിക്കുന്നു, നമ്മുടെ റുട്ടീൻ ഒന്നും പ്രോപ്പർ അല്ല, അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് വാട്ടർ റിറ്റെയിൻ ആയിട്ടുണ്ടാവും. പിന്നെ കൂടുതൽ സോൾട്ടി ആയിട്ടുള്ള ജങ്ക് ഫുഡ് അങ്ങനെയൊക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ വാട്ടർ റിറ്റൻഷൻ കൂടും. ഞാൻ ഏകദേശം ഒരുപാട് ചിപ്സ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ ശരീരത്തിൽ ഒരുപാട് സോൾട്ടും എണ്ണയും ഒക്കെ എന്റെ ശരീരത്തിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പൊ ഇതൊക്കെ ഒരു റീസൺ ആണ് എന്റെ വെയിറ്റ് ഗെയിൻ ആവാനായിട്ട്. അപ്പൊ ജസ്റ്റ് ഞാനിപ്പോ ഒരു 2 ഡേയ്സ് ഞാൻ എന്റെ പ്രോപ്പർ റൂട്ടീനിലോട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ ഈ കൂടിയ വെയിറ്റ് ഞാൻ വീണ്ടും കുറഞ്ഞ് 54.9 എത്തി നിൽക്കും. അതെനിക്ക് അത്രയും ആത്മവിശ്വാസമുണ്ട്. അത് ഞാൻ ഒരുപാട്, ഇപ്പൊ എന്റെ വെയിറ്റ് ലോസ് ജേണിയിൽ ഞാൻ ഒരുപാട് കാലമായിട്ട്, ഒരു 2-3 ഇയേഴ്സ് ആയിട്ട് ഞാൻ എന്റെ വെയിറ്റ് ലോസ് ജേണിയിലാണ്. അപ്പൊ എനിക്കറിയാം എന്റെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അത് തിരിച്ച് കൊണ്ടുവരാൻ പറ്റുമോ, അല്ലെങ്കിൽ വീണ്ടും ഇത് കൈവിട്ട് പോകുമോ എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഈ ഒറ്റ രാത്രി കൊണ്ട് വെയിറ്റ് ഗെയിൻ ആവുന്നവര്, അല്ലെങ്കിൽ നിങ്ങൾ ഒരാഴ്ചയായിട്ട് തുടങ്ങിയിട്ടുള്ളൂ, ഈ ഒരാഴ്ച കൊണ്ട് തന്നെ 2 കിലോ കുറഞ്ഞവരും 3 കിലോ കുറഞ്ഞവരൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഓവർ എക്സൈറ്റഡ് ആവരുത്. കാരണം ചിലപ്പോൾ നെക്സ്റ്റ് വീക്ക് നിങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടായില്ല എന്ന് വരും.
അപ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ 2 ആഴ്ച ഞാൻ ചെയ്തിട്ടും എനിക്ക് ആകെ 2 കിലോ ആണല്ലോ കുറഞ്ഞുള്ളൂ, അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ ചിലപ്പം ഈ ഒരു റുട്ടീൻ ഇട്ടേച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടും കൂടിയാണ് നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിലാണ് എന്റെ എന്താ പറയുക വെയിറ്റ് ലോസ് ഫെയിലിയർ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് പറയുന്നത്. അപ്പൊ അതൊരു ഫെയിലിയർ ആയിട്ട് പക്ഷെ ഞാൻ കണക്കാക്കുന്നില്ല, കാരണം ജസ്റ്റ് ഒരു 2 ഡേയ്സ് കൊണ്ട് തന്നെ ഞാൻ വീണ്ടും എന്റെ പഴയ വെയിറ്റിലേക്ക് എത്തും. അപ്പൊ അത് നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഒട്ടും നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. നമ്മുടെ ബോഡി എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും നമ്മുടെ ബോഡിയിൽ ചിലപ്പം പോസിറ്റീവായിട്ടും ചിലപ്പോൾ നെഗറ്റീവായിട്ടും റിയാക്ട് ചെയ്യും. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഒരു റെഗുലർ റുട്ടീന്ന് ഒരു ഇറഗുലർ റുട്ടീനിലോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ബോഡി റിയാക്ട് ചെയ്യും. റിയാക്ഷനാണ് ഇപ്പം എന്റെ ബോഡിയിൽ നിങ്ങൾ കാണുന്നത് 2 കിലോ ഞാൻ കൂടി. അതേപോലെ നമ്മളൊരു ഇറഗുലർ റുട്ടീന്ന് ഒരു റെഗുലർ റുട്ടീനിലോട്ട് വരുന്ന സമയത്തും നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യും. അത് പക്ഷേ പോസിറ്റീവ് ആയിട്ടുള്ള റിയാക്ഷൻ ആയിരിക്കും. അതാണ് ഇപ്പൊ നിങ്ങളുടെ ശരീരത്തിൽ കാണുന്നത്. നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് 1 കിലോ കുറഞ്ഞോ അല്ലെ 2 കിലോ കുറഞ്ഞോ, ഇതൊക്കെ നിങ്ങളുടെ ബോഡിയിൽ പോസിറ്റീവ് റിയാക്ഷൻ ആണ്. നിങ്ങൾ ചെയ്യുന്ന പ്രോസസ്സ് പ്രോപ്പർ ആണ് എന്ന് നമ്മുടെ ശരീരം കാണിച്ചു തരുന്ന സയൻസ് ആണത്. അപ്പൊ ആ സയൻസ് ഈ ഒരു ഒറ്റ ആഴ്ച കൊണ്ട് നിങ്ങൾ ഓവർ എക്സൈറ്റഡ് ആവരുത്. വീണ്ടും ഇനിയുള്ള വീക്കുകളിലും പ്രോപ്പർ ആയിട്ട് ചെയ്യുക. അപ്പൊ ഇത് പലർക്കും ഉള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ പലരും ഡീമോട്ടിവേറ്റ് ആവാറുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് എന്റെ വെയിറ്റ് 1 കിലോ കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ഡീമോട്ടിവേറ്റ് ആവാറുണ്ട്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, എല്ലാ ദിവസവും വെയിറ്റ് നോക്കാതിരിക്കുക. അതും നിങ്ങൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. എല്ലാ ദിവസവും രാവിലെ വെയിറ്റ് നോക്കുന്ന ഒരുപാട് പേര് എനിക്കറിയാം. ഈവൻ ഞാൻ പോലും ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരാളായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പൊ അത് ചെയ്യാറില്ല. നിങ്ങൾ മാസത്തിൽ ഒരിക്കൽ വെയിറ്റ് നോക്കുക. അതാണ് ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള രീതി. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 2 വീക്സ് കൂടുമ്പോൾ ഒരിക്കൽ വെയിറ്റ് നോക്കുക. അതായിരിക്കും പ്രോപ്പർ. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഒരാഴ്ച കുറയ്ക്കാൻ പറ്റാവുന്ന ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള മാക്സിമം വെയിറ്റ് എന്ന് പറയുന്നത് 1/2 കിലോ ആണ്. അപ്പൊ 1/2 കിലോ പോലും ചിലപ്പോൾ കുറയാത്തൊരവസ്ഥയും നമുക്ക് ചില സമയങ്ങളിൽ വരാം. അതൊക്കെ നമ്മുടെ ബോഡി പലതരം പറഞ്ഞാൽ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്തത് കാരണം തന്നെ നിങ്ങൾ ഒന്നും നോക്കണ്ട. നിങ്ങൾ എന്താണോ ഇപ്പൊ നിങ്ങൾ ഏത് പ്രോസസ്സിലാണുള്ളത് ആ പ്രോസസ്സ് നിങ്ങൾ കണ്ണുമടച്ച് ധൈര്യമായിട്ട് അതും കൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. എന്തായാലും നിങ്ങൾക്ക് ഒരു സമയത്ത് റിസൾട്ട് കിട്ടിയിരിക്കും. അപ്പൊ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നത്. എനിക്ക് വേണമെങ്കിൽ വെയിറ്റ് കുറഞ്ഞുന്നോ അല്ലെങ്കിൽ വേറെ പലതും നിങ്ങളുടെ അടുത്ത് പറയാം. പക്ഷെ ഞാൻ സത്യാവസ്ഥ നിങ്ങളുടെ അടുത്ത് പറയാൻ കാരണം ഈ ഒരു കാരണം കൊണ്ട് വെയിറ്റ് ലോസ് ജേർണി സ്റ്റോപ്പ് ചെയ്ത് പോകുന്ന ഒത്തിരി പേരുണ്ട്. അവര് ആ ഒരു തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഈ ഒരു കാര്യങ്ങൾ, ഞാൻ ചെയ്ത മിസ്റ്റേക്ക് എന്താണ് എന്ന് പോലും ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നത്. അപ്പൊ ഇതുപോലുള്ള മിസ്റ്റേക്സ് ഒക്കെ നിങ്ങൾ തിരുത്തി നിങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് വെയിറ്റ് ലോസ്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അഗെയിൻ ആ സെയിം ഡയലോഗ് തന്നെ പറയാണ്, നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി ഒരു മാജിക്കൽ ഡയറ്റോ മാജിക്കൽ വർക്ക്ഔട്ട് പാറ്റേണോ ഒന്നുമില്ല. നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ എന്ന് മുതൽ ഫിക്സ് ചെയ്യാൻ തുടങ്ങുന്നോ അന്ന് മുതൽ തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇപ്പം ഞാൻ ഒത്തിരി പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസിലൂടെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. കാരണം എന്റെ ലൈഫ് റുട്ടീൻ അത്രയും പ്രോപ്പർ ആയിരുന്നു. പക്ഷെ ആ ഹെൽത്തി റുട്ടീൻ ഒന്ന് മാറി ചിന്തിച്ചപ്പോൾ തന്നെ എന്റെ ബോഡി റിയാക്ട് ചെയ്യാൻ തുടങ്ങി, നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ നെഗറ്റീവായിട്ട് നമ്മുടെ ബോഡി റിയാക്ട് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ വീണ്ടും ഫിക്സ് ചെയ്ത് തുടങ്ങണം. അല്ലാതെ നമ്മൾ വീണ്ടും അതേ റൂട്ടിലൂടെ തന്നെ പോവുകയാണെങ്കിൽ നമുക്ക് ഒട്ടും എന്താ പറയുക ഫിക്സ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ബോഡി കണ്ടീഷൻ എത്തിച്ചേരും. ആ ഒരു അവസ്ഥയിലായിരിക്കും ഓരോരുത്തരും ഉള്ളത്. കാരണം ഒരുപാട് വെയിറ്റ് ഓവർ വെയിറ്റ്, ഇപ്പൊ 20 കിലോ ഓവർ വെയിറ്റ് ആയവരും 25 കിലോ ഓവർ വെയിറ്റ് ആയവരും ഒക്കെ ഒരുപാട് എന്താ പറയാ, നിങ്ങൾക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഫിക്സ് ചെയ്യാനായിട്ട്. പക്ഷെ അത് നിങ്ങൾ ചെയ്യാത്തത് കാരണമാണ് ഇപ്പൊ ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത്. പക്ഷെ അതൊന്നും ഒരു കാര്യമില്ല. ഞാനും 25 കിലോ കുറച്ച ഒരാളാണ്. ഒരിക്കലും നിങ്ങൾ ലേറ്റ് ആണ് എന്ന് വിചാരിക്കരുത്. ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ അതാണ് ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുണ്ടായിരുന്നത്. അപ്പൊ ആരും ഒരു കാരണവശാലും ഇങ്ങനെ വെയിറ്റ് പെട്ടെന്നുള്ള ഒരു ഫ്ലക്ച്വേഷൻ കാരണം ഡിമോട്ടിവേറ്റ് ആവരുത്. വീണ്ടും നിങ്ങളുടെ ട്രാക്കിലേക്ക് നിങ്ങൾ തിരിച്ചു വരും. ആ ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. എന്നെ കൊണ്ട് പറ്റും തന്നെ എല്ലാ ദിവസവും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഇനി നമ്മൾ ഡയറ്റ് പ്ലാനിന്റെ കാര്യത്തിലൂടെ വരികയാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇനി വരുന്ന 4 ദിവസത്തേക്ക് നിങ്ങൾ ഫോളോ ചെയ്യാനുള്ള മീൽ പ്ലാൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ നിങ്ങൾ ഫോളോ ചെയ്യാനുള്ള മീൽ പ്ലാൻ ഞാൻ കഴിഞ്ഞ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി വരുന്ന ദിവസം 4 ദിവസങ്ങളിലേക്ക് നിങ്ങൾ ഫോളോ ചെയ്യാനുള്ള മീൽ പ്ലാൻ ആണ് കൊടുത്തേക്കുന്നത്. അപ്പൊ അതിൽ ഓരോ ദിവസം ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആയിട്ട് നമ്മൾ ഒരു ഓൾട്ടർനേറ്റീവ് ഡേ ഫാസ്റ്റിംഗ് പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നിങ്ങൾ തേഴ്സ്ഡേ നിങ്ങൾ നോർമൽ ഡയറ്റ്, അതായത് നിങ്ങൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിലാണെങ്കിൽ തന്നെ നോർമൽ ഡയറ്റ് ആയിട്ടാണ് നിങ്ങൾ പോകേണ്ടത്. അതിന്റെ ഫുഡ് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഡേ വെള്ളിയാഴ്ച ആകുമ്പോൾ നിങ്ങൾ ഡീറ്റോക്സ് ഡയറ്റ് ആണ് ചെയ്യുന്നത്. അതായത് ഏകദേശം നമ്മളൊരു 1000 കലോറീസിന് താഴെയായിട്ടാണ് അന്നത്തെ ദിവസം ആഹാരം കഴിക്കുന്നത്. ഇതിന് ഏകദേശം നമ്മൾ ഓൾട്ടർനേറ്റീവ് ഡേ ഫാസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ കംപ്ലീറ്റ്ലി നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്നതാണ്. പക്ഷെ നമ്മൾ അത്തരത്തിലുള്ള അൺഹെൽത്തി ആയിട്ടുള്ള ഒരു പാറ്റേണിലോട്ട് പോകുന്നില്ല. നമ്മൾ അന്നത്തെ ദിവസം ഫുഡ് കഴിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിന് എസെൻഷ്യൽ ആയിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലുള്ള ഫുഡ് തന്നെയാണ് കഴിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും നമ്മളൊരു 1000 കലോറീസിൽ താഴെയാണ് കഴിക്കുന്നത്. അപ്പൊ പിന്നീട് ശനിയാഴ്ച വരുന്ന സമയത്ത് നിങ്ങൾ വീണ്ടും നോർമൽ റൂട്ടീനിലോട്ട് വരിക. ഞായറാഴ്ച ആകുമ്പോൾ വീണ്ടും ഡീറ്റോക്സിലേക്ക് പോവുക. ഈ ദിവസങ്ങൾ വേണേൽ നിങ്ങൾക്ക് ഷഫിൾ ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ സൺഡേ എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിക്കുന്ന ദിവസമായിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് സൺഡേ നിങ്ങൾ ഡീറ്റോക്സ് ഫോളോ ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വ്യാഴം, വെള്ളി ഡീറ്റോക്സ് ഡയറ്റ് എടുത്തതിന് ശേഷം ശനിയും ഞായറും നോർമൽ ഡയറ്റിലോട്ടും വരാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ സൺഡേ ചിലപ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നൊക്കെ സമയത്ത് ചിലപ്പം ഇപ്പൊ എന്റെ വെയിറ്റ് ബൗൺസ് ആയതുപോലെ നിങ്ങളുടെ വെയിറ്റും ബൗൺസ് ആയിന്ന് വരാം. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമ്മൾ കെയർ ചെയ്യേണ്ട പോലും ആവശ്യമില്ല. നമ്മൾ വെയിറ്റ് നോക്കേണ്ട പോലും ആവശ്യമില്ല.
നമ്മൾ വീണ്ടും മൺഡേ ആവുന്ന സമയത്ത് നോർമൽ ഡയറ്റിലോട്ട് വരിക, നമ്മൾ ട്രാക്കിലോട്ട് വരിക. അത്രയും ഈസിയാണ് ഈ വെയിറ്റ് ലോസ് പ്രോസസ് എന്ന് പറയുന്നത്. അത്രയും ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ മൈൻഡ് നമ്മുടെ പിടിവിട്ട് പോയി കഴിഞ്ഞാലാണ് നമുക്ക് പിന്നീട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാവുന്നത്. മൈൻഡിനെ എപ്പോഴും നമ്മൾ കൺട്രോൾ ചെയ്തുകൊണ്ട് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ബോഡീനെ ട്രെയിൻ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നമ്മുടെ മൈൻഡിനെയാണ് നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടത്. അപ്പൊ ഇന്നത്തെ ഡയറ്റിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിലോ അല്ലെങ്കിൽ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് വിൻഡോയുടെ കാര്യത്തിൽ എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. ഞാൻ എന്തായാലും എനിക്ക് സമയം കിട്ടുന്ന ഒരു സമയത്ത് മാക്സിമം ഞാൻ എല്ലാ കമന്റ്സിനും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മോട്ടിവേഷൻ ആയി, ഇൻഫർമേറ്റീവ് ആയി, ഒത്തിരി പേരുടെ തെറ്റിദ്ധാരണ മാറി കിട്ടി എന്നൊക്കെ ഞാൻ വിചാരിക്കുകയാണ്. മറ്റൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കൂ. ബൈ.